നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്തെ SK ആശുപത്രി വിമുക്ത സൈനികർക്ക് സൗജന്യമായി ലഭിക്കേണ്ട ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവിട്ടിരുന്നത്. എന്നാൽ ഈ വാർത്തയെ തുടർന്ന് ഈ SK ആശുപത്രി ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഒരു മാസ്കിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 500 രൂപ 600 രൂപ, പുറത്ത് 120-130 രൂപയും കിട്ടുന്ന സെയിം മാസ്ക് അത് 600 രൂപയ്ക്കാണ്. 16,000 രൂപ പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി ഇത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 14,000 രൂപയ്ക്ക്. അന്ന് ഓപ്പറേഷനോട് അനുബന്ധിച്ച് തന്നെ ഒരു 20 ഗ്ലൗസ് എന്നെ കൊണ്ട് അപ്പോൾ കോവിഡ് ടൈമായിരുന്നു. എൻ്റെ ജീവൻ പോവുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എന്നോട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 1 രൂപ പോലും അവർ ചികിത്സയ്ക്കായി ചോദിച്ചാൽ നൽകരുത്. അതായത് SK ഹോസ്പിറ്റലിൻ്റെ അനധികൃതമായി വിമുക്ത ഭടന്മാരിൽ നിന്നും പൈസ ഈടാക്കുന്ന പരാതികളെ തുടർന്ന് കഴിഞ്ഞ തവണ ഞാൻ പ്രതികരിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, 24-ാം തീയതി ഒരു നോട്ടീസ് ഇറക്കി അവർ ഈ ചികിത്സയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞതും. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വിമുക്ത ഭടന്മാരുടെയും വിമുക്ത ഭട സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇവർ നടത്തിയ MOAയുടെ വയലേഷൻ ഞങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടുകയും അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വന്നതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ ECHS ചികിത്സാ സംവിധാനം പുനഃസ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ലെറ്റർ അവർ റീജിയണൽ സെൻറ്റർ ECHSന് നൽകിയിരിക്കുകയാണ്. ആ ലെറ്റർ പ്രകാരം 3-ാം തീയതി, അതായത് ഇന്ന് മുതൽ തന്നെ ECHSൻ്റെ എല്ലാ സേവനങ്ങളും പുനഃസ്ഥാപിക്കുന്നു എന്നാണ്. ആ പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം ഏകപക്ഷീയമായി എടുത്ത ഒരു നിലപാട്, വിമുക്ത ഭടന്മാർ പരാതിപ്പെട്ടതോടുകൂടി അവർക്ക് ചികിത്സ നൽകില്ല എന്നുള്ള ഒരു ഹുങ്ക്, അതാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കാര്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി വിമുക്ത ഭടന്മാരുടെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിനൊരു മറുവശമുണ്ട്. അതായത് ഇവർ നടത്തിയ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഇവർ വാങ്ങിയ കാശ് അതൊന്നും ഇതുവരെ തിരിച്ച് വിമുക്ത ഭടന്മാർക്കോ പരാതിക്കാർക്കോ നൽകിയിട്ടില്ല. അപ്പോൾ ആ ഒരു പരാതിയിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ആ പരാതിയുടെ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാകും. ഇന്നലെ മറ്റൊരു വിമുക്ത ഭട സംഘടന നൽകിയ ഒരു പരാതിയിന്മേലൊരു അന്വേഷണവും സെൻഡോർ ECHSൻ്റെ ഭാഗത്തു നിന്നും ഡൽഹിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. 30 ദിവസത്തിനകം തന്നെ അതിനൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് റീജിയണൽ സെൻറ്ററിനോട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു രീതിയിലുള്ള അന്വേഷണം അങ്ങനെ പോകും. അതല്ലാതെ തന്നെ മറുനാടനിൽ ഈ വാർത്ത വന്നത് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം, മാവേലിക്കര, ഞങ്ങൾ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്തെ പുറത്തെ ജില്ലകളിൽ നിന്ന് വരെ മുമ്പ് ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആളുകളുടെ പരാതികളുടെ ഒരു വമ്പൻ ശേഖരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കാരണം ഓരോരുത്തരും ഞങ്ങളെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് വാങ്ങിയ പണത്തിൻ്റെ രേഖകളടക്കം എല്ലാ കാര്യങ്ങളും അവർ കൈമാറി. ഇതല്ലാതെ വേറൊരു കാര്യം ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ SK ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊസീജർ, അത് ഞാൻ എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം ഒരു പ്രത്യേക പ്രൊസീജറിന് വരുമ്പോൾ നോർമലി ഒരു സിവിലിയൻ, ഇപ്പം നിങ്ങളാണ് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ ആ ചികിത്സയ്ക്ക് വെറും 1,200 രൂപയാണെന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ. ആ 1,200 രൂപയ്ക്ക് പകരം വിമുക്ത ഭടന്മാരിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നത് 1,600, 1,800 ആണ്. സാധാരണ ഇപ്പോൾ ഒരു CGHS റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ സിവിലിയനായ നിങ്ങൾക്ക് നൽകുന്ന ഒരു റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് ആയിരിക്കും CGHS റേറ്റ്, അല്ലെങ്കിൽ ECHS സ്കീമിൻ്റെ റേറ്റ്. അതനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന അതിന് തത്തുല്യമായ തുകയായിരിക്കണം ഈടാക്കേണ്ടത്. പക്ഷേ അതിൽ നിന്നും ഇരട്ടി അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുന്നതായിട്ടും 2 ബില്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലൊരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെൻറ് മണിയുണ്ട്. സർക്കാരിൻ്റെ പൈസയാണ്, ഓക്കെ, എൻ്റെ പോക്കറ്റിൽ നിന്നാകുന്നില്ലെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ പൈസയെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവം അതിനകത്തുണ്ട്. അപ്പോൾ ഈ കിട്ടിയ പരാതികളെല്ലാം നമ്മളിപ്പോൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരാതികൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദമായി പിന്നീട് ഒരവസരത്തിൽ അത് പറയാം. കാരണം അത് വ്യക്തമായി അത് എത്തേണ്ട ആൾക്കാരുടെ അടുത്ത് തന്നെ എത്തുകയും സൈനികർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട്. ആ ഒരു സംവിധാനം തന്നെ അവരുടെ പ്രതികരണവുമായി അല്ലെങ്കിൽ അവരുടെ നടപടികളുമായി മുന്നോട്ട് വരും. ആ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്താം. ഇനി രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നു മുതൽ അവിടെ ചികിത്സയ്ക്ക് പോകുന്ന വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 1 രൂപ പോലും അവർ ചികിത്സയ്ക്കായി ചോദിച്ചാൽ നൽകരുത്. ECHS വഴി നിങ്ങൾ റെഫറൽ വാങ്ങി അവിടെ പോവുകയാണ് എങ്കിൽ നിങ്ങളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളതിനെ എന്ത് ചെയ്യണം,
എതിർക്കണം. 2, നിങ്ങൾ അനന്തപുരി സോൾജിയേഴ്സിനെയോ അതുപോലെ തന്നെ നിങ്ങൾ അംഗങ്ങളായ മറ്റേതെങ്കിലും വിമുക്തപട സംഘടനകളുണ്ടോ, നിങ്ങളുടെ സംഘടനയിലെ ബന്ധപ്പെട്ട ആൾക്കാരെ ഉടൻ തന്നെ ഇക്കാര്യം അറിയിക്കണം. ഒരു രീതിയിലും പൈസ നിങ്ങൾ നൽകരുത്. നൽകാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. അവർ നിങ്ങൾ എന്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലും ദയവ് ചെയ്ത് നിങ്ങൾ പൈസ നൽകരുത്. 2, ഞങ്ങൾ ഈ വിമുക്തപട സമൂഹം തന്നെ ഒന്ന് ബഹിഷ്കരിച്ചാൽ തീരാവുന്ന ഹുങ്കും അഹങ്കാരമൊക്കെ ഈ ആശുപത്രികൾക്കുള്ളൂ. അങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇതാദ്യമായി ഇങ്ങനെ ഒന്നുണ്ടായത്. കാരണം നമ്മളുടെ ഒരു കൂട്ടായ വിമുക്തപട, ഇപ്പോൾ എൻ്റെ ഒരു സംഘടനയ്ക്ക് മാത്രം ഞാൻ അവകാശപ്പെടുന്ന ഒരു വിജയമൊന്നുമല്ല ഇത്. ഈ ഒരു കാര്യത്തിന് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം വിമുക്തഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഇതൊരു പുതിയൊരു ദിശ നൽകുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സമരമായി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ ശ്രമമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. കാരണം ഇപ്പോഴവർ സ്വന്തം തീരുമാനത്തിൽ നിന്നും വെറും 5 ദിവസം കൊണ്ട് പിന്നോട്ട് അവർ പോയതെന്തെന്നാൽ ഈ ഒരു സ്കീമില്ലാതെ, ECHS എന്ന് പറയുന്ന ഒരു സ്കീമില്ലാതെ ഈ ഹോസ്പിറ്റലിന് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഞങ്ങളെക്കാളും വ്യക്തമായി അറിയാവുന്നത് അവർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവരുടെ സമീപനം ആത്മാർത്ഥമാണ് എങ്കിൽ ഇനി ഒരു രൂപ പോലും അവർ വിമുക്തഭടന്മാരിൽ നിന്ന് ഈടാക്കില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾ നൽകിയ പരാതിയും അതല്ലെങ്കിൽ അനുഭവസ്ഥരുടെ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നത് മറുനാടൻ എന്ന ഈ ചാനലിലൂടെയാണ്. മറുനാടനിൽ ഈ വാർത്ത വന്നതും ഇതൊരു പൊതുസമൂഹത്തിൽ ചർച്ചയായതുമാണ് ഇത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതെന്നാണ് ഞങ്ങളുടെ അനുമാനം. എന്തായാലും വളരെ ക്രിയാത്മകമായി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ വിമുക്തഭടന്മാരുടെ വിഷയത്തിൽ ഇടപെടുകയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കപ്പെടുന്ന രീതിയിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത നൽകുകയും ചെയ്ത മറുനാടന് വിമുക്തഭടന്മാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ചാനലുകളാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ അവസാനത്തെ ഒരു തുരുത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയാക്കപ്പെടുമ്പോഴാണ് ഇങ്ങനൊരു നടപടിക്ക് അവർ സ്വയം നിർബന്ധിതരാകുന്നത്. അതിൽ എന്തായാലും മറുനാടൻ വഹിച്ച ഒരു പങ്കിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ.